നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്ന് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളം ഗ്രാൻഡ് ഫിനാലെ. അനുമോളാണ് വിജയിയായി പ്രഖ്യാപിച്ചത്. എന്തായാലും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിരിക്കുകയാണ്. വലിയ ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെ ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കടന്നുപോയത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അനുമോൾ ആയിരിക്കുമോ അതോ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ച അനീഷ് ആയിരിക്കുമോ വിജയ് എന്നതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. ഏറ്റവും കൂടുതൽ മോഹൻലാൽ തന്നെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടു അനുമോളുടെ കൈ പിടിച്ചുയർത്തി വിന്നറായി പ്രഖ്യാപിച്ചു. ഇതോടെ സോഷ്യൽ മീഡിയയിലും ആഘോഷം തുടങ്ങി. അനുമോൾക്ക് ആശംസകൾ അർപ്പിച്ച് സെലിബ്രിറ്റികളടക്കം പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്തു. എന്നാൽ വിജയ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അനുമോൾക്കെതിരെ വലിയ സൈബർ ആക്രമണം തുടങ്ങിയിരുന്നു. രാത്രി വൈകിയാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ വിജയം പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് മുൻപേ അനുമോളുടെ വിജയിയായി പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ നിരവധി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിറഞ്ഞത്. ഇത് വലിയ ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിരുന്നു. ബിഗ് ബോസിൽ പല വിധത്തിലുള്ള മത്സരങ്ങൾ ഇക്കുറി എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൂടുതൽ ആരോഗ്യകരമായ മത്സരങ്ങളായിരുന്നെങ്കിലും ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നുകൊണ്ട് തമ്മിലടിച്ച പലരും പുറത്തും അതേ ശത്രുതാ മനോഭാവം കൊണ്ട് നടക്കുന്ന മുൻപ് പല സീസണുകളിലും നാം കണ്ടതാണ്. അതിന് ഇത്തവണയും വലിയ മാറ്റമൊന്നും ഇല്ലെന്നാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളൊക്കെയും കാണിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ചില സീസണുകളായി ബിഗ് ബോസ് വിജയികൾ മുഴുവനും PR നടത്തിയതിലൂടെയാണ് ഉണ്ടാവുന്നത് എന്ന അഭിപ്രായവും വിമർശനവുമാണ് പ്രധാനമായും ഉയർന്നത്. കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിയായപ്പോൾ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ജിൻഡോ ഇതിനോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. അത് കൂടുതലും മത്സരം അവസാനിച്ച ശേഷമായിരുന്നു ചർച്ചകൾ. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് വിജയിയായ അനുമോൾ വൻ തുക നൽകി PR നടത്തിയെന്നും അങ്ങനെയാണ് വിജയിച്ചതെന്നും കടുത്ത ആരോപണമുണ്ട്. മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ മത്സരത്തിന്റെ സമയത്ത് ഈ ഗുരുതരമായ ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിൽ അനുമോൾക്കെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ ബിന്നി ആയിരുന്നു അനുമോൾ 16 ലക്ഷം രൂപ നൽകി PR നടത്തിയെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത്. ഇക്കാര്യം ചില വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഉൾപ്പെടെ ചർച്ചയായിരുന്നു. എന്നാൽ അനുമോൾ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം PR നൽകിയെന്ന കാര്യം അനുമോൾ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉയർന്ന തുക നൽകിയിട്ടില്ലെന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. താൻ PR-നായി 1 ലക്ഷം ചിലവാക്കിയെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ അനു പറഞ്ഞത്. പിന്നെ ഈ തുക പലപ്പോഴായി മാറ്റി പറയുന്നതിനും എല്ലാവരും സാക്ഷികളായി. ഇപ്പോഴത്തെ വിഷയത്തിൽ അനുമോൾക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബിന്നി. അനുമോളുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നുവെന്നാണ് ബിന്നി പറയുന്നത്. കാലത്തിന്റെ കാവ്യനീതി, സത്യം എന്നായാലും പുറത്തു വരും. താങ്ക്സ് ടു അഞ്ജന നമ്പ്യാർ. ചോദ്യങ്ങളുടെ വേഗം കൂടിയപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടാതെ അനുമോൾക്ക് സത്യം പറയേണ്ടി വന്നു. അതെ, 16 ലക്ഷം. 1 ലക്ഷം കൊടുത്തു, ഇനി 15 ലക്ഷം ഇനിയും കൊടുക്കാനുണ്ട്. കണക്ക് കൃത്യമായി. അതെ, 16 ലക്ഷം. 1 ലക്ഷം കൊടുത്തു, ഇനി 15 ലക്ഷം ഇനിയും കൊടുക്കാനുണ്ട്. കണക്ക് കൃത്യമായി. നിങ്ങൾ ഇത് അസൂയയോ കുശുമ്പോ ആയി കരുതേണ്ട എന്നാണ് ബിന്നി പോസ്റ്റിൽ കുറിച്ചത്. ഇത് ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞതിന് അനുമോളിന്റെ PR കാരണം ഞാൻ ഇപ്പോഴും സൈബർ ബുള്ളിംഗ് നേരിടുന്നത് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ 2 സീസൺ പോലെ ഈ സീസണിലും PR ജയിച്ചു, സത്യം തോറ്റു. ബിഗ് ബോസ് ആണോ PR ബോസ് ആണോ എന്നും ബിന്നി പ്രേക്ഷകരോട് ചോദിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അനുമോളുടെ വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു ബിന്നിയുടെ ചോദ്യം. മറ്റൊരു വീഡിയോയിൽ അനുമോളുടെ PR ടീമിൽ നിന്ന് തനിക്ക് കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്ന് ബിന്നി ആരോപിച്ചിരുന്നു. തനിക്ക് കുശുമ്പാണെന്നും കള്ളം പറയുകയാണ് താനെന്ന് എല്ലാവരും പറഞ്ഞെന്നും ബിന്നി ചൂണ്ടിക്കാട്ടി. ബിഗ് ബോസ് വിജയത്തിന് ശേഷം അഞ്ജന നമ്പ്യാർക്ക് നൽകിയ അനുമോളുടെ അഭിമുഖത്തിലെ ശകലങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ബിന്നി ആഞ്ഞടിച്ചിരിക്കുന്നത്. അതേസമയം നടി അനുമോളാണ് ബിഗ് ബോസ് സീസൺ 7 വിജയ കിരീടം നേടിയത്. അനുവിന്റെ വിജയത്തിന് പിന്നിൽ ശക്തമായ PR ആണെന്ന വിമർശനമാണ് അവരുടെ എതിരാളികൾ ഉയർത്തുന്നത്. ഈ വിമർശനങ്ങൾക്ക് വോട്ടിംഗ് കണക്കുകൾ വെച്ച് മറുപടി നൽകുകയും ചെയ്തു മുൻ ബിഗ് ബോസ് വിജയി കൂടിയായ അഖിൽമാരാരുടെ കുറിപ്പ് ഇങ്ങനെ: തലച്ചോർ നശിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി എഴുതുന്നതാണ്. തോൽവി എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. 2014 തെരഞ്ഞെടുപ്പിലെ വിജയം പോലും അംഗീകരിച്ചു കൊടുക്കാത്ത ജനങ്ങളുള്ള ഇന്ത്യയിൽ ബിഗ് ബോസ് വിജയം അംഗീകരിക്കാത്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്നാൽ യാഥാർത്ഥ്യം പരിശോധിക്കപ്പെടണമല്ലോ. PR അല്ലെങ്കിൽ പുറത്തു നിന്നൊരാൾ വിചാരിച്ചാൽ ബിഗ് ബോസിൽ ഒരാളെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും പറ്റില്ല എന്നാണ് ഉത്തരം. എന്നാൽ PR വിചാരിച്ച ഒരാളെ വീക്കിൽ നിലനിർത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും കഴിയും. ഇതിൽ വീക്ക് 5-ൽ വോട്ട് നില നോക്കുക. ഇതിൽ ശൈത്യ, അപ്പാനി, ഒനിൽ എന്നിവർക്ക് യഥാക്രമം 1.2%, 1.5%, 1.6% എന്നിങ്ങനെയാണ് വോട്ട്. ഇതിൽ അപ്പാനിയേക്കാൾ 1% വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഒനിൽ ആ വീക്കിൽ രക്ഷപ്പെട്ടത്. ആ വീക്കിൽ ആകെ ലഭിച്ചത് 20 ലക്ഷം വോട്ടാണെങ്കിൽ ശൈത്യയ്ക്ക് കിട്ടിയത് 24,000, അപ്പാനിക്ക് 30,000, ഒനിലിന് 32,000. അതായത് 6 ദിവസത്തെ വോട്ടാണിത്. അപ്പോൾ ഒരു ദിവസം 4,000 വോട്ട് ശൈത്യയ്ക്ക്, 5,000 വോട്ട് അപ്പാനിക്ക്, 5,333 വോട്ട് ഒനിലിന്. ഇതിൽ വെറും 400 വോട്ടുകൾ അപ്പാനിക്ക് ഒരു ദിവസം അധികം കിട്ടിയാൽ ഒനിലിനെ പുറത്താക്കി അപ്പാനിക്ക് രക്ഷപ്പെടാം. എന്നാൽ ഈ വീക്കിൽ ഒന്നാമതുള്ളത് 19.9% വോട്ടുകൾ ഉള്ള അനുവാണ്. അതായത് 1.99 ലക്ഷം വോട്ടുകൾ. ഇനി ഫൈനൽ വോട്ടിംഗ് ശതമാനം നോക്കാം. 57.3% വോട്ട് അനുമോൾ, 42.5% വോട്ട് അനീഷ്. ഇരുവർക്കും കൂടി ലഭിച്ചത് 10 ലക്ഷം വോട്ടാണെങ്കിൽ അനുമോളുടെ ഭൂരിപക്ഷം ഏതാണ്ട് 1.5 ലക്ഷത്തിന് മുകളിൽ. ഭൂരിപക്ഷം മാറ്റിവെച്ചാൽ ആകെ കിട്ടിയത് 5,70,70,000 വോട്ട്. ഈ വോട്ടുകൾ നൽകാൻ പോയിട്ട് 50,000 വോട്ടുകൾ നൽകാൻ പോലും ഒരു PR-ന് കഴിയും.
കഴിയില്ല. ഇനി അനുമോളെ മാറ്റിവെക്കാം. സ്വയം ഇറങ്ങിപ്പോകുന്നത് വരെ എന്ത് ചെയ്തിട്ടാണ് രേണുസുതിക്ക് ജനം വോട്ട് ചെയ്ത് നൽകിയത്? അതോ രേണു PR കൊടുത്തിട്ട് വോട്ട് നേടിയതാണോ? എന്ത് ചെയ്തിട്ടാണ് സാബുമോൻ 91 ദിവസം അവിടെ നിന്നത്? PR ആണോ സാബുമോന് വോട്ട് കൊടുത്തത്? അനുമോളെ ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗം ഹൗസിനുള്ളിലും പുറത്തും കാട്ടിക്കൂട്ടിയ ചെയ്തികളാണ് തുടക്കത്തിൽ അനുവിനെ തള്ളിപ്പറഞ്ഞ എന്നെ പോലെ പലർക്കും അവസാനം അനുവിന്റെ ഭാഗത്തു നിന്നും സംസാരിക്കേണ്ടി വന്നത്. നിലവിൽ ബിഗ് ബോസ് സീസൺ 7-ൽ ലക്ഷ്മി ഒഴികെ ഒരാളും അനുവിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നില്ല. അവർ ഇഷ്ടപ്പെടുന്നവരും അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ അനുവിനെതിരെ മാത്രമല്ല, എനിക്കെതിരെയും നിരവധിയാണ്. സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് BJP ജയിപ്പിക്കും എന്നായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നാണ്. കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഈ വിഡ്ഢികളാണ് അനുവിന് 1 കോടിയിലധികം വരുന്ന നേട്ടം സമ്മാനിച്ചതിന്റെ യഥാർത്ഥ അവകാശികൾ. കമന്റ് ബോക്സിൽ തെറി വിളിച്ച് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ 50 ലക്ഷം ശമ്പളവും 42 ലക്ഷം സമ്മാനവും കാറും വാങ്ങി അനു സുഖമായി ജീവിക്കും. ഞാനിത് പറഞ്ഞത് അനുവിനെ ഇഷ്ടപ്പെടുന്നവർ അല്ല, വിജയശില്പികൾ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണെന്ന് മാത്രം എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ കണ്ടിട്ടില്ലാത്ത ഗെയിം രീതികളുമായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് നെവിൻ. ഒരിക്കൽ ഹൗസിലെ തർക്കത്തിന്റെ പേരിൽ സ്വയം ഇറങ്ങിപ്പോയ നെവിൻ പിന്നീട് എന്റർടൈനർ എന്ന നിലയിലാണ് ഹൗസിൽ തന്റെ ഗ്രാഫ് ഉയർത്തിയത്. 3ാം സ്ഥാനം സ്വന്തമാക്കി നെവിനും ഏകദേശം 5000 രൂപയാണ് പ്രതിദിന വരുമാനമുണ്ടായിരുന്നത്. അടുത്തത് അനീഷാണ്. കോമണർ മത്സരാർത്ഥികളായി എത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അനീഷിന് ലഭിച്ചത് 3500 രൂപ മുതൽ 5000 രൂപ വരെ ആയിരിക്കാനാണ് സാധ്യത. 3500 രൂപയാണെങ്കിൽ 3.5 ലക്ഷം ആയിരിക്കും അനീഷിന് 100 ദിവസം കൊണ്ട് ലഭിക്കാൻ സാധ്യത. 1ാം സ്ഥാനക്കാരിയായ അനുമോൾക്കാണ് ഇനി സീസണിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത്. തനിക്ക് മികച്ച ശമ്പളമാണ് ബിഗ് ബോസ് നൽകുന്നതെന്ന് ഒരിക്കൽ എപ്പിസോഡിൽ വെച്ച് തന്നെ അനുമോൾ തുറന്ന് സമ്മതിച്ചിരുന്നു. അനുമോൾക്ക് ഏകദേശം 65,000 രൂപയാണ് അത്ര പ്രതിദിന വേതനം. അതായത് 100 ദിവസം ഹൗസിൽ തുടർന്ന അനുമോൾക്ക് പ്രതിഫല ഇനത്തിൽ മാത്രം ഏകദേശം 65 ലക്ഷത്തോളം രൂപ വരും. ഇത് കൂടാതെ സമ്മാനത്തുകയായി 50 ലക്ഷം രൂപയും ലഭിക്കും. ബിഗ് ബോസ് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറച്ചതിന് ശേഷം ബാക്കിയുള്ള 42 ലക്ഷത്തോളം രൂപയായിരിക്കും കയ്യിൽ കിട്ടുക. ഈ തുകയുടെ 30% ടാക്സായും നൽകേണ്ടി വരും. ഇതുകൂടാതെ ഏകദേശം 12 ലക്ഷം രൂപ മുതൽ 24 ലക്ഷം രൂപ വരുന്ന മാരുതി വിക്ടോറിയസ് കാറും സമ്മാനമായി ലഭിക്കും. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 വിജയ് അനുമോളെ കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട്.